ഉപദേശം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മളെ ഈ സമുദായത്തിനുള്ള തകരാറ്. നമ്മുടെ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും അധികം നമ്മാത്തരം ചെയ്യണത് നമ്മളെ കുട്ടികളാണ്. എന്താ കാരണം? ഇവനിൽ ഈ ഇൽമ് ഫലിക്കണില്ല. കാരണം പറഞ്ഞു കൊടുക്കണവൻ അതിന് അർഹത ഉള്ളവനല്ല. ഈ ഇൽമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനിലില്ല. കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ ഹറാമ് കയർന്നുപോയി. ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലും അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാൻ മതി എന്നാണല്ലോ. എങ്ങനെയും തിന്നാൻ മതി എന്നാണ്, വയറ് നിറഞ്ഞാൽ മതി എന്നുള്ളത്. അത് ഹലാലാണോ ഹറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും നിലക്കുള്ള പൈസ നമുക്ക് കയ്യിൽ കിട്ടിയാൽ മതി. അതിന്റെ ഹലാൽ ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല. അപ്പോൾ ആ നിലക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ, അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ കയറി വരില്ല, ഇൽമും വരില്ല. അപ്പൊ അവന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളാൻ അവന് കഴിയൂല. നേരെ മറിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞു കൊടുക്കാൻ അർഹതയില്ലാത്തവരാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ഒരു ആലിമിന്റെ വയറ് കേൾക്കാൻ വേണ്ടി ചിരിച്ചു വന്നാലും പോകുമ്പോൾ കരഞ്ഞാണ് നീക്കാനും പോവുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കരഞ്ഞു വന്നാലും ഉസ്താദിന്റെ വയറ് കേട്ടാൽ ചിരിച്ചു പോകും. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, വിജയിക്കാൻ നമ്മളോടുള്ള ചെറുക്ക ഭഗവാൻ എന്നും ഒരു വയറ് കേൾക്കാൻ പോകുന്നുണ്ട് ഒരാളെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ വയറ് കേൾക്കാൻ പോയിട്ട് എന്തിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച്. അവനോട് പറഞ്ഞു, ഒന്നും കിട്ടണില്ല. ആ സമയം വരുമ്പോൾ എനിക്കൊരു ആവേശം എന്തിനെന്ന് വെച്ച് ആ ശബ്ദവും ആ പാട്ടും ഒക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബീഡി വലിച്ചിനോനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിനോനൊക്കെ ഉണ്ടല്ലോ ഒരു ഹാബിറ്റ്, അവനത് ശീലിപ്പിച്ച സമയം വരുമ്പോൾ അവന് തോന്നും അപ്പം ഒന്ന് വലിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിങ്ങൾ ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ കാര്യം, അദ്ദേഹം നടത്തിയ പ്രഭാഷണം നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവരുടെ വരുമാനം, ഈ പണ്ഡിതന്മാരുടെ, മതപണ്ഡിതന്മാരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിലാണ്, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്, അവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണ്. അവരുടെ വരുമാനം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ്. ശരിയായ രീതിയിൽ വരുമാനമുള്ളവർ, അതുപോലെ നല്ല രീതിയിലുള്ള വരുമാനം, ഹലാലായ രീതിയിലുള്ള വരുമാനമുള്ളവർ അല്പമെങ്കിലും ഓരോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അതിൽ അവർ ബർക്കത്തോടുകൂടെ കഴിയുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അവർക്ക് വേറെ ഒരു മേഖലയും ഇല്ല. അതിൻ്റെ പ്രവർത്തനവും, ദീനീ പ്രവർത്തനവും, മദ്രസ എടുക്കലും, പള്ളി പരിപാലിക്കലും, പള്ളിയുടെ എല്ലാ ജോലി ചെയ്തും കൊണ്ട് അവിടെ ഖത്തീബായും മദ്രസ എടുത്തും ഓരോ ജമാഅത്തിൽ ഒറ്റ ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന അവരുണ്ട്. അവരുടെ മക്കളും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ബർക്കത്താണ്. അത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം ഹലാലായ രീതിയിലാണ്, സൂക്ഷ്മതയോടുകൂടെ ഉള്ളതായിരിക്കുന്ന ജീവിതമാണ്. അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. പറയാൻ അർഹതയില്ല, പഠിപ്പിക്കാൻ അർഹതയില്ലാത്തവർ പഠിപ്പിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. അത് ഹറാമിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടും അതുപോലെ സംഭവിക്കും. അതാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതും അവർ ഹലാലാക്കി, ഹലാലാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഹാരിസ് മദനി പറഞ്ഞില്ലേ, അതൊരു വാടകയ്ക്ക് കൊടുത്ത പോലെയാണെന്ന്, ഒരു കട്ടടം കെട്ടി വാടകയ്ക്ക് കൊടുത്ത പോലെയാണെന്ന്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊരു വാടക കിട്ടിയതുപോലെയാണ്, അത് ഹറാം അല്ല എന്ന രീതിയിലുള്ള ഒരു വാക്കും അദ്ദേഹത്തിൽ നിന്ന് കേട്ടതാണ്. അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ തർക്കിച്ചത് അത് ശരിയാണെന്ന്. അപ്പോൾ അത് വാടക കൊടുത്തതുപോലെ ആകാൻ സാധ്യമല്ല. പറഞ്ഞാൽ യൂട്യൂബിൻ്റെ വരുമാനം എല്ലാവരും കൈപ്പറ്റുന്നെങ്കിലും ഹറാമിനെ ഹറാമാണെന്നേ പറയാവൂ, ഹലാൽ എന്ന് പറഞ്ഞ് നടക്കാൻ പാടുള്ളതല്ല. ഹറാമിന് ഹറാം എന്ന് പറയാനുള്ള ദീനി പണ്ഡിതന്മാരെ നാക്കിന്നെങ്കിലും നമ്മൾ കേൾക്കണ്ടേ. അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റെന്നാണ് അവർ പറയേണ്ടത്. അവർക്ക് വേണ്ടതുപോലെ ഇതിനെ മാറ്റി തിരുത്തി എഴുതാനോ പറയാനോ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനോ, അതുകൊണ്ട് നല്ല ഉത്സാഹത്തോടു കൂടെ ചെയ്ത് അവസാനം എന്തെല്ലാം രീതിയിലുള്ള കാട്ടിക്കൂട്ടലാണ് വന്നത്. അതുകൊണ്ട് അവരുടെ വരുമാനവും അവരുടെ ഭക്ഷണവും ഹലാലായിട്ടുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ദീനും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂം അവർക്ക് വില കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നല്ലപോലെ ചിന്തിക്കേണ്ട കാര്യമാണ് പണ്ഡിതന്മാർ, ഉസ്താദന്മാർ.
ഉസ്താദന്മാർ സാധാരണക്കാരെ പോലെ ആകരുത്. സാധാരണക്കാർക്ക് എല്ലാ രീതിയിലും പറഞ്ഞു തരേണ്ടവരാണ്. നമ്മളെപ്പോലെയുള്ളവരെ അവർ പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടവരാണ്. അവർ എല്ലാ സമയത്തും പറയേണ്ടവരാണ്. പറയുന്നത് നിർത്തേണ്ടതല്ല. അവിടെ പൂരം നടന്നതിന്, യാഹു തങ്ങളുടെ ഉത്സവം നടന്നതിന്, അവിടെ ആന ചവിട്ടിയതിന് നമ്മളെന്തിനാണ് മറുപടി പറയേണ്ടത് എന്നൊരു ഉസ്താദ് പറഞ്ഞു. ആ മറുപടി പറയേണ്ടതല്ല, അത് ശരിയല്ലെങ്കിൽ ശരി അല്ല എന്ന് അവർക്ക് പറയാനുള്ള ചങ്കൂറ്റം വേണം, അതുപോലെയുള്ള ദീനീബോധവും വേണം, അതുപോലെയുള്ള ധൈര്യവും വേണം. അതല്ലെങ്കിൽ ആരോ എന്തോ പറഞ്ഞു പോകും, നമ്മളെ കുറ്റം പറയുമെന്ന് പറഞ്ഞ് ഇവിടെ വ്യൂസിന് കുറയുമെന്നോ അതൊന്നും കരുതിയാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് അവിടെ പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ദീനീ കാര്യങ്ങൾ നല്ല രീതിയിൽ അത് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ അവിടെ പൂരം നടന്നതിന് ശേഷം, അവിടെ ഉറൂസ് നടന്നതിന് ശേഷം, അവിടെ ഈ പ്രാവശ്യം നടന്ന അപകടം, ആനയിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ ജീവൻ പോയതിൻ്റെ ആ തുടക്കത്തിൽ നിന്ന് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഉസ്താദന്മാർ പറയാൻ തുടങ്ങി. അതാണ് വേണ്ടത്. അത് സ്വാഗതാർഹമാണ്. എല്ലാവരും പറയാൻ തുടങ്ങണം. അടുത്ത വർഷം അത് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ബോധത്തോടെ ദീനിയായ രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള ഒരു മനസ്സിൻ്റെ റാഹത്ത് നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് പറയുന്നവരുണ്ടെന്ന് കരുതി ഇതുപോലെയുള്ള ചെയ്യുന്ന നാടകങ്ങളും അക്രമങ്ങളും അനീതികളും ഹറാമിയത്തും കള്ളുകുടിച്ച് അവിടെ തുള്ളലും എല്ലാം ഉള്ളതുകൊണ്ട് ആ ഡാൻസും സ്ത്രീ പുരുഷന്മാരും എല്ലാം കലർന്ന അതുപോലെയുള്ള ഒരുപാട് നേർച്ച നടക്കുന്ന സ്ഥലത്തും ദുആ മജലിസിലും എല്ലാം സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ഇരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇവിടെ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. അതാണ് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. അതിനെല്ലാം നിർത്താൻ അത് നിങ്ങളെ കൊണ്ട് സാധിക്കൂ. നിങ്ങൾ യഥാർത്ഥമായി നല്ല രീതിയിൽ നിയ്യത്തോടു കൂടെ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇതെല്ലാം ഓരോന്നായി കെട്ടടങ്ങുമെന്നാണ് നമ്മുടെ വിശ്വാസം. അത് പറഞ്ഞ് അതിനെ നിർത്തണം ഉസ്താദന്മാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞതിനെ നല്ല പോലെ കണക്കിലെടുത്തും കൊണ്ട്, വലിയ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ കാര്യത്തെ നമ്മൾ ചിന്തിച്ചാൽ നമ്മളുടെ ഭക്ഷണം ഏത് രീതിയിലാണ്, നമ്മുടെ വരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അത് ആരോട് ചോദിക്കേണ്ടതല്ല, പേഴ്സണലാണ്. എൻ്റെ വരുമാനം, എൻ്റെ രീതി അത് ഏതാണ്, ശരിയോ തെറ്റോ എന്നത് എനിക്ക് മാത്രമേ അറിയൂ. അങ്ങനെ ഓരോരുത്തരും അതിനെ കണക്കിലെടുത്ത് മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് ആലിമീങ്ങൾക്കുള്ള വില എപ്പോഴും കിട്ടും, ഉറപ്പായും കിട്ടും. ആരും തള്ളി പറയില്ല, ആരും തള്ളി പറയാൻ പാടില്ല. ആലിമീങ്ങളെ തള്ളി പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് പറയിപ്പിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തോളൂ എല്ലാ കാര്യവും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.